ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷ് ആയാലോ. ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വെണ്ടക്ക വെച്ചിട്ടാണ് ഈ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക, അത്യാവശ്യം നീളമുള്ള ടൈപ്പ് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 സൈഡും അതിൻ്റെ ഒരു ഭാഗം കളഞ്ഞതിന് ശേഷം 3 പീസായിട്ട് കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഒരു കസിന് പറഞ്ഞു തന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ല കിട്ടില്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ എനിക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കാനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വെണ്ടക്ക 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ മസാല പൗഡേഴ്സ് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണം. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്കയിലൊക്കെ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ കഴുകി വറുത്ത വെള്ളം. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാല പുരട്ടി വെച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാധാരണ വെണ്ടയ്ക്കൊക്കെ പൊരിച്ചെടുക്കൂലേ, വെളിച്ചെണ്ണയിൽ കോരിയിട്ട് വെളിച്ചെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ആ രീതിയിൽ പൊരിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. പിന്നെ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചതല്ലേ, അപ്പം ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇനിയും ചില്ലറ പണികൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത്രയും മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ വേണ്ട അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള, തക്കാളി ഇതൊക്കെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് 4ആയിട്ടൊന്ന് കീറിയിട്ട് അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ചെറിയൊരു തക്കാളിയും ഇതുപോലെ തന്നെ ക്യൂബ്സായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്തിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് തക്കാളിക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരുമല്ലോ. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ തുറന്നിട്ടും അടച്ചിട്ടുമായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അങ്ങനെ ഉടച്ചെടുക്കുമ്പോഴേക്ക് തക്കാളിക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മസാലപ്പൊടിയുടെയൊക്കെ മണം, ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത് പോകുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ട അതിനനുസരിച്ച് ചേർത്ത് നമ്മുടെ ഈ ഒരു സൈഡ് ഡിഷ് എത്രത്തോളം ഗ്രേവി ആയിട്ട് ഇരിക്കണോ അത്രത്തോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ തീരെ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക കംപ്ലീറ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ആ ഒരു വെണ്ടയ്ക്കയും ഈ ഒരു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
വെണ്ടയ്ക്കയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ഗ്രേവി രീതിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയ ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടെ ചെയ്യാനുണ്ട്, എന്നാലേ ഇത് കംപ്ലീറ്റ് ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇതവിടെ നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തൈരിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര് ഞാൻ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ചൂടാറിയ ഈ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി പിന്നെ ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൈര് ചേർത്ത ശേഷം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒന്ന് വറവിട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിലാണല്ലോ അത് വഴറ്റിയെടുത്തതൊക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. നേരത്തെയും 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് കൂടിപ്പോവേണ്ട, കടുക് മാത്രമായി പോവും. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് അതുപോലെ കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.